റോഡയുടെ ആരാണ്ട് പച്ചക്കറിയേന്ന് വിളിച്ച് വണ്ടിക്കാർ പോയപ്പോൾ അമ്മമ്മ പറയാൻ ഒരു വല്യമ്മമാര് പച്ചക്കറിയേന്ന് വിളിച്ചോണ്ട് പോകുന്നു. കറി ചെയ്ത് വെച്ചേക്കുവാന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ വിചാരിച്ചു പച്ചക്കറിക്കാരെ വിളിക്കുന്നവരിങ്ങി താഴോട്ട് ഇറങ്ങി വരുമല്ലോ. മീനും വിലയാ, പച്ചക്കറിക്കും വിലയാ, എല്ലാ സാധനങ്ങൾക്കും വിലയില്ലേ. അമ്മ ഏറ്റവും ഇഷ്ടം ചക്ക പൊളിക്കുന്നതാ. ഉള്ളി പൊളിക്കും, ചക്ക പൊളിക്കും. ചക്ക പിന്നെ പ്രായമായവർക്ക് പിന്നെ എന്തെങ്കിലും ഒരു ജോലി വേണ്ടായോ. നമുക്ക് വരുന്നത് ഇഷ്ടമാണ്, ചക്ക പൊളിക്കുന്നത് ഇഷ്ടമാണ്, ഒന്നും കഴിക്കാതിരിക്കുന്നത് ഇഷ്ടമാണ്. എന്നാ ഇനി ഞാൻ പോയിട്ട് കറി വെക്കാം സോയാബീന്. വെളുത്തുള്ളി അമ്മ പൊളിച്ച എവിടെയൊന്നും അത് തന്നെ. സോയാ ചങ്ക്സ് കറി വെക്കുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പിടണം. ഉപ്പിട്ടിട്ട് സോയാ ചങ്ക്സ് ആ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കണം. സോയാ ചങ്ക്സ് വലുതും ചെറുതും ഒക്കെ കിട്ടും. ഞാനിപ്പം ചെറിയ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളം തിളച്ചിരിക്കുക, ചെറുത് ഇതിട്ട് ഒരു മിനിറ്റ് തിളപ്പിക്കും. ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകി നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് അടിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 സ്പൂൺ എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെന്ന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി ഇടാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇടാം. പച്ചമുളക് പൊട്ടിത്തെറിക്കും. പച്ചമുളക് പൊട്ടിച്ചോണം. സവാള 3 സവാള അരിഞ്ഞതാണ് ഇത്. കൊത്തി അരിയോ വലുതായിട്ട് അരിയോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിപ്പോൾ ഇതങ്ങ് കൊത്തി അരിയും. അതൊക്കെ നല്ല ഇഷ്ടം പോലെ അരിഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് നല്ലപോലെ വാടട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇനി ഉപ്പിട്ട് കഴിഞ്ഞുകൊണ്ട് ഇത് എളുപ്പം അങ്ങ് വാടിക്കോളും. ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ തക്കാളി ആയിരിക്കണം കൂടെ ഇട്ട് വാടിക്കാം. കുരുമുളക് നല്ലപോലെ വാടണം. നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഞെക്കി പിഴിഞ്ഞ് വൃത്തിയാക്കി 4-5 തവണ ഞെക്കി പിഴിഞ്ഞ് വൃത്തിയാക്കിയ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാൻ പോവുക. ഇതൊരു 50 ഗ്രാം സോയാ ചങ്ക്സ് വേണം. ഇനി നല്ലപോലെ ഇളക്കാം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഇടണം. 1/4 സ്പൂണ് മഞ്ഞളിട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി ഇടാം. മുളക് പൊടി വേണമെങ്കിൽ എരി കൂടുതൽ വേണ്ടുന്നവർക്ക് 1/2 സ്പൂൺ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി. ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കണം. കരിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്കും പള്ളിക്കൊന്നും വലിയ പ്രശ്നമില്ലാത്തവർക്കും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. മീനില്ലാത്തതിൻ്റെ വിഷമവും ബീഫ് കഴിക്കുന്ന പോലുള്ള കോമലും ഒക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാം. 1/2 സ്പൂൺ ഗരം മസാല കൂടെ ചേർക്കണം. ഇത് കറിയായിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറിയായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. സോയാബീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോഴി മാറ്റാം. ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം,